അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ 10, അതായത് റമളാൻ തൊട്ടടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. പല ആളുകളും റമളാൻ ഒന്നാവട്ടെ എന്നിട്ട് നമുക്ക് ഒരുങ്ങാം എന്ന് വിചാരിച്ചിരിപ്പുണ്ട്. അങ്ങനെയല്ല, റമളാൻ വരുന്നതിന് മുമ്പേ റമളാനിന് വേണ്ടി മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് റമളാനിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് നമുക്ക് മുന്നൊരുക്കം നടത്തേണ്ടത്, റമളാനിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധമായ റമളാൻ, ആ റമളാനിൽ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു വിഷയം ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേൾക്കാം. അതായത് കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ നടന്ന ഒരു ഓപ്പൺ സ്റ്റേജ് പരിപാടിയിൽ നിന്ന് റമളാൻ മുന്നൊരുക്ക പ്രഭാഷണത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അതാ കടന്നു വരികയാണ് പരിപാവനമായ റമളാൻ മാസം. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ പോരിശ എന്തെന്നറിയോ? ആ റമളാൻ വരുന്നതിന് മുമ്പ് ആ റമളാനിനെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നറിയോ? ആ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നറിയോ? ഒരുപാട് പറയാനുണ്ട്, സമയമില്ല, ചുരുക്കി പറയട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ആദ്യത്തെ ദിവസമുണ്ടല്ലോ, അതായത് പരിപാവനമായ ശഅബാൻ മാസത്തിന്റെ 29ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 30ാമത്തെ ദിവസമോ നമ്മൾ റമളാനിലേക്ക് കടക്കുമല്ലോ. ആ റമളാനിലേക്ക് കടക്കുന്ന പ്രഥമ രാത്രിയില് അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനു വരുന്ന മലക്കുകളെ വിളിച്ചിട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. മലക്കുകളെ, ഇനി 30 ദിവസമുണ്ട്. ഇനി 30 ദിവസമുണ്ട്. ഈ 30 ദിവസം നിങ്ങളാരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട, നിങ്ങളാരും എനിക്ക് വേണ്ടി നിസ്കരിക്കണ്ട, നിങ്ങളാരും എനിക്ക് വേണ്ടി തസ്ബീഹ് പറയണ്ട, നിങ്ങളാരും തക്ബീർ ചൊല്ലണ്ട, നിങ്ങളാരും എന്നെ സ്തുതിക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലണേ. ഇറങ്ങിച്ചെന്നിട്ട് എൻ്റെ അടിമകൾ പിടിക്കുന്ന നോമ്പുണ്ടല്ലോ, അവർക്ക് ജീവിതത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധമായ റമളാൻ മാസമുണ്ടല്ലോ, ആ റമളാൻ മാസത്തില് എൻ്റെ അടിമകൾ ചെയ്യുന്ന നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, ഇഅ്തികാഫാവട്ടെ, അതുപോലെ നോമ്പുതുറയാവട്ടെ, മറ്റ് സൽക്കർമ്മങ്ങളാവട്ടെ, ആ സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹുവേ നീ സ്വീകരിക്കണേ എന്ന് എൻ്റെ അടിമകൾക്ക് വേണ്ടി നിങ്ങൾ ദുആരക്കുന്ന ഒരു ജോലി മാത്രമാണ് ഈ പരിശുദ്ധമായ റമളാനിൽ എൻ്റെ മലക്കുകളെ നിങ്ങൾക്കുള്ളതെന്ന് അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വിശുദ്ധമായ ശഅബാൻ മാസം കടന്ന് നമ്മളിലേക്ക് റമളാൻ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹദീസ് നിങ്ങൾക്ക് കേൾക്കണോ? നബി തങ്ങൾ പറയുകയാണ്, മൻ ഫരിഹ ബിദുഖൂലി റമളാൻ ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ. ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ഏതെങ്കിലും ഒരു ഉമ്മ, ഏതെങ്കിലും ഒരു വാപ്പ വിശുദ്ധമായ റമളാൻ മാസം വരുന്നതിന് മുമ്പ്, റബ്ബേ റമളാൻ വരികയാണല്ലോ, ആ റമളാൻ മാസത്തിൽ എനിക്ക് ഒരുപാട് നോമ്പ് പിടിക്കണമല്ലോ, ഒരുപാട് ഖുർആൻ ഓതണമല്ലോ, ഒരുപാട് ദിക്ർ ചൊല്ലണമല്ലോ, ഒരുപാട് തസ്ബീഹ് പറയണമല്ലോ, തറാവീഹ് നിസ്കരിക്കണമല്ലോ, വിത്ർ നിസ്കരിക്കണമല്ലോ, എനിക്ക് നോമ്പുതുറ വിഭവങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കണമല്ലോ. അങ്ങനെ എങ്ങാനും ചിന്തിച്ചിട്ട് മനസ്സിൽ അല്പമെങ്ങാനും ഒരു സന്തോഷം ഉണ്ടായാൽ, റമളാൻ മാസം കടന്നു വരുമ്പോ സന്തോഷമുണ്ടായാൽ, അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത്, ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ, അവന്റെ ശരീരം അല്ലാഹു നരകത്തെ തൊട്ട് കാക്കുന്നതാ, നരകത്തിന് ഹറാമാക്കുന്നതാ. നമ്മൾ ഇന്നെന്താ അല്ലോ നോമ്പ് തന്നെ, നോമ്പ് മാർച്ചിൽ നല്ല ചൂടായിരിക്കും അല്ലേ? നമ്മളിപ്പോഴേ പറയാൻ തുടങ്ങി നല്ല ചൂടായിരിക്കും നോമ്പിന്. അതായത് റമളാൻ വരുമ്പോൾ ഒരു സന്തോഷമില്ല, ചൂടാണെങ്കിൽ എങ്ങനെ പിടിക്കും, അങ്ങനെ ഒരു ചിന്തയാ. പിന്നെ എങ്ങനെയാ ഈ ഒരു പ്രതിഫലമൊക്കെ നമുക്ക് കിട്ടുന്നത്? ചൂടാവട്ടെ, ഇതിലും വലിയ ചൂടിലല്ലേ നമ്മുടെ മുൻഗാമികളൊക്കെ, അല്ലേ? ഇതിലും വലിയ ചൂടില്, ഇതിലും വലിയ ചൂട് പ്രദേശത്ത് നമ്മുടെ മുൻഗാമികളൊക്കെ നോമ്പ് പിടിച്ചവരാണ്. അതുകൊണ്ട് അവര് അനുഭവിച്ച കഷ്ടപ്പാടിന്റെ ഒരല്പമെങ്കിലും നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്കും ആ സുഖലോല സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റൂ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ, ആ റമളാൻ മാസം വരികയാ, അതിനെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും അതിനെ പ്രയോജനപ്പെടുത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകണം. വിശുദ്ധമായ റമളാൻ മാസം വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, റമളാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് ഏതാ?
ഒരിക്കൽ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, വിശുദ്ധമായ റമളാൻ മാസത്തിൽ ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്? എന്ത് കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയേണ്ടത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ ആയിഷ വസ്തക്സിറു ഫീഹി മിൻ അർബഇ ഖിസാൽ. വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ ദിവസവും നിങ്ങൾ പറയേണ്ട കാര്യം എന്തെന്നറിയോ? 4 കാര്യങ്ങളാ. 4 കാര്യങ്ങളാണ് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖസുലതാനി തുർദൂന ബിഹിമാ റബ്ബക്കും. ആദ്യത്തെ 2 കാര്യങ്ങളുണ്ടല്ലോ, 4 കാര്യങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ 2 കാര്യങ്ങളുണ്ടല്ലോ, വഖസുലതാനി ലാ ഗിമാ ബികും അൻഹുമാ. ആദ്യത്തെ 2 കാര്യങ്ങളുണ്ടല്ലോ, അത് അല്ലാഹുവിന് തൃപ്തിയുണ്ടാകുന്നതാണ്. അല്ലാഹുവിന്റെ തൃപ്തി നമുക്ക് ജീവിതത്തിൽ വാങ്ങിത്തരുന്നതാണ്. പിന്നെയോ രണ്ടാമത്തെ 2 കാര്യങ്ങളുണ്ടല്ലോ, അത് ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. ആ സമയത്ത് സ്വഹാബിമാര് ചോദിക്കുന്നു, ആയിഷ ബീവി ചോദിക്കുന്നു, നബിയേ, ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങള്? റമളാൻ മാസത്തിന്റെ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളില് ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യമേതാ? ആ സമയത്ത് നബി തങ്ങൾ വിശദീകരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ? ഫശഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാമത്തേത് ഷഹാദത്ത് കലിമയാ. രണ്ടാമത്തേത് ഏതെന്നറിയോ? ഫസ്തഗ്ഫിറൂൻ. നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയണേ. ഈ 2 കാര്യങ്ങളും അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം ഏതെന്നറിയോ? ഫതസ്അലൂനൽ ജന്നാ. സ്വർഗ്ഗത്തെ ചോദിക്കലാണ്. നാലാമത്തേത് ഫതഊദൂന ബിഹി മിനന്നാർ. നരകത്തെ തൊട്ട് മോചനം ചോദിക്കലാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് പറയാറുള്ള ഒരു ദുആയുണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഈ ദുആ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ദിക്ർ നമ്മൾ പറയാറുണ്ടല്ലോ. വിശുദ്ധമായ റമളാൻ മാസം വരുന്നതിന് മുമ്പ് അല്ലാഹുവേ, നമ്മൾ ഒരുപാട് ദുആ ചെയ്തവരാണല്ലോ, റമളാനിലേക്ക് എത്തിക്കണേ 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 എന്ന്. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ റമളാനിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട വാക്കാണിത്. ഏത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അങ്ങനെ ഇത് റമളാൻ 1 to 30 വരെ പറയേണ്ട കാര്യമാ. പിന്നെ ഒന്നാമത്തെ 10 ആകുമ്പോൾ നമ്മൾ പറയുന്നത്, അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റഹീമീൻ. അള്ളാഹിന്റെ റഹ്മത്തിന് ചോദിക്കുന്നു. രണ്ടാമത്തെ 10 നമ്മൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് ചോദിക്കുന്നു. മൂന്നാമത്തെ 10 അല്ലെ നരകമോചനം, സ്വർഗ്ഗപ്രവേശനം, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മാപ്പിനേക്ക് നമ്മൾ ചോദിക്കുകയാണ്. അപ്പൊ റമളാൻ മാസം അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിന് മുന്നോടിയായി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഉമ്മയോടുള്ള ബന്ധം, വാപ്പയോടുള്ള ബന്ധം, മക്കളോട്, ഭാര്യയോട്, അയൽവാസികളോട്, കൂട്ടുകുടുംബാദികളോട്, നമ്മുടെ ഇബാദത്ത്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സ്വതക്ക, ഇതൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആക്കുക, പിണക്കങ്ങൾ മാറ്റുക, അല്ലെ നല്ല ഒരു പേഴ്സണാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് റമളാനിനെ നമ്മൾ സ്വീകരിച്ചാൽ ഇൻഷാ അല്ലാഹ് ആ റമളാൻ നമുക്ക് അനുകൂലമായി മാറും. അങ്ങനെ അല്ലാഹു തആല അനുകൂലമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അവസാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 1-2 ഹദീസുകൾ കൂടി മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പേര് പറയാറുണ്ട്, ഉസ്താദേ, ഞങ്ങളൊക്കെ ഒരുപാട് ദുആ ചെയ്യുന്നു, ഒരുപാട് ദ്വാരക്കുന്നു, ഞങ്ങളുടെ ദുആ അല്ലാഹ് എന്താ സ്വീകരിക്കാത്തത്? അല്ലാഹ്ക്ക് എന്താ ഞങ്ങളെ വേണ്ടേ? അല്ലാഹ് എന്താ ഞങ്ങളുടെ ദുആ സ്വീകരിക്കാത്തത് എന്നിങ്ങനെ പറയുന്നവരുണ്ട്. ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ്, ഞാൻ 15 വർഷമായി നല്ലൊരു ജോലി കിട്ടാൻ ദ്വാരക്കുന്നു, പക്ഷെ ജോലി ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ദുആ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് ദുആ എന്നാൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കും. എന്തെങ്കിലും ഒരു നന്മ, അതായത് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെ, നോമ്പ് തുറക്കുന്ന സമയം 6:30 ബാങ്കാണെങ്കിൽ 6:25 ചെന്നിട്ട് അവിടെ വെച്ച് നമ്മൾ ദുആ രക്കണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി യസ്തഗ്ഫിറുല്ലാഹ്. ആ ഒരു ദിക്റൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെച്ച് നമ്മൾ ദുആ രക്കണം, അല്ലാഹു സ്വീകരിക്കും. അതുപോലെ ഖുർആൻ ഓതിയിട്ട് നമ്മൾ ദുആ രക്കണം, ദുആ സ്വീകരിക്കും. അതുപോലെ സ്വതക്ക കൊടുത്തിട്ട് ദുആ രക്കണം, അല്ലാഹു ദുആ സ്വീകരിക്കുമെന്നാണ്. അൽഹംദുലില്ലാഹ്. ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ പണ്ടൊക്കെ റമളാൻ വരുന്നതിന് മുമ്പ് നനച്ചുളി ഉണ്ട്. ഇപ്പൊ നനച്ചുളി ഉണ്ടോ? എന്തിട്ടാ നനച്ചുളി എന്ന് പോലും ഇപ്പൊ നമുക്ക്, അല്ലെ,
പള്ളികളൊക്കെ ആ നാട്ടുകാരൊക്കെ ചെന്ന്, ഉസ്താദുമാരും കമ്മിറ്റിക്കാരും മാത്രമല്ല, ആ നാട്ടുകാർ ഒന്നാകെ ഒരു ദിവസം തീരുമാനിച്ച് പള്ളിയിലേക്ക് ചെന്നിട്ട് പായൊക്കെ പുറത്തേക്കിട്ട് ഫുൾ അടിച്ചു തുടക്കുന്ന ഒരു പരിപാടി. അതുപോലെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു നനച്ചുകുളി എന്ന് പറഞ്ഞ്, അല്ലേ, എല്ലാ സാധനങ്ങളും എടുത്ത് ഉണക്കുന്ന. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, അങ്ങനെ വീട്ടിലൊക്കെ എല്ലാ സാധനവും പുറത്തിറക്കിയിട്ട് ഫുൾ അടിച്ച് വൃത്തിയാക്കുന്ന ഒരു പരിപാടി. ഇന്നതൊക്കെ വളരെ കുറഞ്ഞു, നമ്മുടെ വീട്ടിലൊക്കെ കുറഞ്ഞു, നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ സ്വന്തമായി നമ്മുടെ ശരീരത്തെ ഒന്ന് നനച്ചു കുളിപ്പിക്കണം, നമ്മുടെ വീടിനെയും നമ്മൾ നനച്ചു കുളിപ്പിക്കണം. എങ്ങനെയാ സ്വന്തമായി നമ്മൾ നനച്ചു കുളിക്കുന്നത്? നനച്ചുകുളി എന്ന് പറയാൻ എന്താ, വെറുതെ വെള്ളമൊഴിച്ച് ആ കുളിയല്ല പറഞ്ഞത്. നമ്മുടെ സ്വന്തം ശരീരത്തെ നമ്മളൊന്ന് അഴുക്കിൽ നിന്നും മോചിപ്പിക്കണം. അഴുക്കിൽ നിന്നും നമ്മുടെ ശരീരത്തെ മോചിപ്പിക്കണം. അതിന് ഏറ്റവും വലിയ മാർഗം ഇസ്തിഗ്ഫാർ പറയലാണ്. ഒരു മനുഷ്യന്റെ അവന്റെ ശരീരം ശുദ്ധീകരിക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയയാണ് അത് ഇസ്തിഗ്ഫാർ. അല്ലെ, നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നമ്മുടെ എന്തെങ്കിലും ഒരു ഉപയോഗിക്കുന്ന വസ്തുവിലോ അഴുക്ക് പറ്റിയാൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകാറുണ്ട്, ചകിരി ഉപയോഗിച്ച് തേച്ച് കഴുകാറുണ്ട് അഴുക്ക് പോവാൻ. തുരുമ്പാണെങ്കിൽ, അല്ലെ, ഇരുമ്പിൽ തുരുമ്പ് പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? മണ്ണെണ്ണ വെച്ചോ അതുപോലുള്ള സാധനങ്ങൾ വെച്ചൊക്കെ അത് ക്ലിയർ ആക്കാറുണ്ട്. എന്നതുപോലെ നമ്മുടെ മനസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരുപാട് കുശുമ്പ്, കുഞ്ഞായ്മ, അസൂയ, ഇതൊക്കെയായിട്ടാണ് നമ്മൾ റമദാനിനെ സ്വീകരിക്കാൻ പോകുന്നതെങ്കിൽ അള്ളാഹു ആ റമദാൻ സ്വീകരിക്കില്ല. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിക്കുക. ഇപ്പോഴേ പറയുക, ഇപ്പോഴേ നമ്മൾ ഇസ്തിഗ്ഫാർ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അക്തറ മിനൽ ഇസ്തിഗ്ഫാർ, ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ. എന്താ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? വെറുതെ നമ്മൾ നിസ്കാരത്തിന് ശേഷം എല്ലാവരും പറയും ഞങ്ങൾ ഇസ്തിഗ്ഫാർ പറയാറുണ്ട്. എപ്പോ? നിസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 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 3 പ്രാവശ്യം, ബസ്, അന്ന് തീർന്ന്. അതല്ല, അത് മാത്രമല്ല, നമ്മൾ എല്ലാ സമയത്തും പറയണമെന്ന ഇസ്തിഗ്ഫാർ. എല്ലാ സമയത്തും നമുക്ക് പറ്റാവുന്ന സമയത്തെല്ലാം നമ്മൾ ദിക്ർ ചൊല്ലൂലേ. എത്രയോ ഉമ്മമാരുടെ കയ്യിലും വാപ്പമാരുടെ കയ്യിൽ കൗണ്ടർ ഉണ്ടാവും. കൗണ്ടർ ഇങ്ങനെ, അല്ലേ, ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ പ്രസംഗം കേൾക്കുന്ന സമയത്ത് തന്നെ കൗണ്ടർ വെച്ച് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ട്. സ്വലാത്തും ദിക്റും മാത്രമല്ല, ഇസ്തിഗ്ഫാറും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ എന്തൊക്കെയാണ് നേട്ടം? ആ ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞിട്ട് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരാൾ പറയുന്നത് അധികരിപ്പിച്ചാൽ, ജഅലഹുല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുന്നതാണ്. വമിൻ കുല്ലി ദികിം മഖ്റജാ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അല്ലാഹു അവന്റെ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കുന്നതാ, ഊരാ കുടുക്കുകളെ മാറ്റി കൊടുക്കുന്നതാ, പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു മോചനം നൽകുന്നതാ. അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തില് അവന്റെ ജീവിതത്തിലേക്ക് വലിയ ഖൈറാത്തുകൾ, സമ്പത്തുകൾ, അതുപോലെ തന്നെ ലാഭങ്ങൾ അല്ലാഹു കൊടുക്കുന്നതാണ്. കാരണം, ഒരൊറ്റ കാരണം മാത്രമാണ്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണേ. പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരത്തിന്റെ, അല്ലെ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്, ഇത് പരിശുദ്ധമായ ശഅബാൻ മാസമാണല്ലോ. പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാര് മഗ്രിബിന്റെ സമയമാകുമ്പോ മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് മഗ്രിബ് ബാങ്ക് 6:30 6:15 മുതൽ തന്നെ ഉമ്മമാര് അതുപോലെ ഉപ്പമാര് സിറ്റൗട്ടിലിരുന്ന് ഇങ്ങനെ ദിക്ർ ചൊല്ലാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇത് നമ്മൾ പറയാറുണ്ടല്ലോ. ആ ഇസ്തിഗ്ഫാറിന്റെ വചനം നമ്മൾ ഇങ്ങനെ അധികരിപ്പിക്കണേ. മക്കളില്ലാത്തവരെ, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് സങ്കടം പറയുന്നവരുണ്ട്. ആ സങ്കടത്തിനുള്ള പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. കച്ചവടത്തിൽ ലാഭമില്ല എന്ന് പറയുന്നവരെ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. മക്കളുടെ സ്വഭാവം നന്നാകുന്നില്ല എന്ന് പറയുന്നവരെ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പരീക്ഷകൾ അടുത്തു വരികയാണ്, എക്സാമുകൾ കടന്നു വരികയാ. നിങ്ങളുടെ ഓർമ്മശക്തി നിലനിർത്തണോ? നിങ്ങൾ പഠിച്ചത് മറന്നു പോവാതെ അത് നല്ല രൂപത്തിൽ ഓർത്ത് നിങ്ങൾക്ക് എക്സാം എഴുതണോ? ഒരു ദിവസം 11 പ്രാവശ്യം നിങ്ങളുടെ വലത് കൈ അതാ നെഞ്ചിൽ വെച്ചിട്ട് പറയണം, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്
അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിങ്ങളുടെ വലത് കൈ നിങ്ങളുടെ നെഞ്ചത്ത് വെച്ചിട്ട് പറയണേ. കൂടാതെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച സൂറത്താണല്ലോ സൂറത്തു ശറഹ്. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഈ സൂറത്ത് ഓരോ നമസ്കാരത്തിന് ശേഷവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും നെഞ്ചിലിങ്ങനെ കൈവച്ചിട്ട് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് എളുപ്പമാകും, നിങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമാകും. ഇത് മഹത്തുക്കളായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാ. അതുകൊണ്ട് പറഞ്ഞു വന്നത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ നമ്മൾ കാത്തിരിക്കുകയല്ലേ? പാപങ്ങൾ കഴുകിക്കളഞ്ഞവരായിട്ടായിരിക്കണം അതാ പരിശുദ്ധമായ റമളാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹുവേ, ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. ഇത് പരിശുദ്ധമായ ശഅബാൻ മാസമാണല്ലോ. ശഅബാൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ റസൂലിന്റെ മാസമാണ്. ശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാ. അതുകൊണ്ട് അറിയാവുന്ന സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കണം. നമുക്ക് താജു സ്വലാത്ത് അറിയാ, കൻസു സ്വലാത്ത് അറിയാ, സ്വലാത്തുൻ നാരിയ നമ്മൾ പറയാറുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ ഓതാറുണ്ട്, അതുപോലെ സ്വലാത്തു ദവാമിയ പറയാറുണ്ട്, അതുപോലെ തന്നെ സ്വലാത്തുൽ ഇബ്രാഹിമിയ നമ്മൾ ചൊല്ലാറുണ്ട്. ഇന്ന് ഒരു സ്വലാത്ത് ഞാൻ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പഠിപ്പിച്ചു തരാം. ഒരു വരി മാത്രമുള്ള ഒരു സ്വലാത്ത്. എൻ്റെ ഉമ്മമാരെ, ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഉമ്മമാരെ, നിങ്ങളെങ്ങാനും ഒരു ദിവസം ഈ സ്വലാത്ത് 33 പ്രാവശ്യമെങ്ങാനും ഓതിക്കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം സ്വർഗം മാത്രമല്ല, ആ സ്വർഗത്തിൽ ഫാത്തിമ ബീവിയുടെ കൂടെ ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുന്നതാ. കാരണം ഈ പറയുന്ന സ്വലാത്ത് ഫാത്തിമ ബീവി നിത്യമായി ജീവിതത്തിൽ കൊണ്ടു നടന്ന സ്വലാത്താ. ഈ സ്വലാത്തിന്റെ പേര് തന്നെ സ്വലാത്തുൽ ഫാത്തിമി എന്ന് തന്നെയാ. ഏതാണ് ആ സ്വലാത്ത് എന്നറിയോ? ചെറിയ ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി. ഇതാണ് ആ സ്വലാത്ത്, ചെറിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി, ചെറിയൊരു സ്വലാത്ത്. ഈ സ്വലാത്ത് നിത്യമാക്കിയാൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ വലിയ ഖൈറും സമാധാനവും ഒക്കെ ഉണ്ടാകും. അല്ലാഹു തആല ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ അതാ വരികയാണ്. നമ്മളൊക്കെ ഒരുപാട് ദുആ ചെയ്തു അല്ലേ? ഒരുപാട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ ദുആ നമ്മൾ അധികരിപ്പിക്കണേ. കാരണം ഈ ശഅബാൻ മാസത്തില് അല്ലാഹുവിന്റെ ബറക്കത്ത് നമുക്ക് വേണം. എത്ര ബറക്കത്ത് കിട്ടിയാലും നമുക്ക് മതിയാവില്ല. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ശരീരത്തില് എത്ര ബറക്കത്തുണ്ടായാലും മതിയാവില്ല. അതുകൊണ്ട് ഈ ദുആ നമ്മൾ ഉസ്താദുമാര് നിസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദുആ മാത്രമല്ല, ഈ ദുആ നമ്മൾ എപ്പോഴും അധികരിപ്പിക്കേണ്ടതാ. ഏത് സമയത്തും നമുക്ക് പറയാവുന്ന ദുആയാ. ഉമ്മമാരെ, നിങ്ങളുടെ നിസ്കാരപ്പായിലിരുന്നിട്ട് നിങ്ങൾ ദുആരക്കണേ. ചങ്കുപൊട്ടി ഒരു ഉമ്മ ദുആരക്കുന്നു, എന്റെ മകനെ നീ രക്ഷപ്പെടുത്തണേ. അല്ലാഹുവേ, എന്റെ മകന്റെ ജോലിയുടെ കാര്യം, എന്റെ മകളുടെ നിക്കാഹിന്റെ കാര്യം, അങ്ങനെയൊക്കെ നമ്മൾ മക്കൾക്ക് വേണ്ടി ദുആരെന്നാൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. കാരണം ഇത് പരിശുദ്ധമായ ശഅബാൻ മാസമാ. അല്ലാഹുവിന്റെ റസൂൽ എന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ മാസമല്ലേ? ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, ഇത്രയും സമയം അതാ ക്ഷമയോടുകൂടി ഈ സദസ്സിൽ പങ്കെടുത്ത ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ഒരു 3 സ്വലാത്ത്. بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രവാസികളായ ആളുകളുണ്ട്. അതുപോലെ കച്ചവടത്തിൽ ലാഭമുണ്ടാവാനും ഖൈറുണ്ടാവാനും, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്ന, വീട് പണി നടക്കുന്നു, അത് ഖൈറായി തീരാൻ
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين يا الله, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഒരുമിച്ച് കൂടൽ കബൂലാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മഹാനായ മൗലാ തങ്ങളുടെ പേരുള്ള മജ്ലിസാണ്. അവരുടെ ഗുരുത്വവും ഞങ്ങൾക്ക് നീ തരണേ അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളിയുടെ പരിസരത്താരെല്ലാം മറമാടപ്പെട്ടിട്ടുണ്ടോ എല്ലാ ഖബറാളികൾക്കും നീ സ്വർഗ്ഗം നൽകണേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ വാപ്പമാര് മരണപ്പെട്ട്, ഉമ്മമാര് മരണപ്പെട്ട്, കാർന്നവന്മാര്, അതുപോലെ ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള്, സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ കൂട്ടുകാര്, നാട്ടുകാർ, അയൽവാസികൾ ആരെല്ലാം ഖബറിലാണോ എല്ലാവർക്കും നീ ഉന്നതമായ പ്രതിഫലം നൽകണേ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ പ്രയാസ പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാഹുവേ. പടച്ചവനെ, ഒരുപാട് വിഷമങ്ങളുള്ളവരാ, ഒരുപാട് സങ്കടങ്ങളുള്ളവരാ, എല്ലാ പ്രയാസ പ്രതിസന്ധികളും അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ ഈ സദസ്സിലുള്ള ഉസ്താദുമാരെ നീ കബൂലാക്കണേ അവരുടെ ഖിദ്മത്തുകളെ നീ സ്വീകരിക്കണേ രോഗങ്ങൾ ശിഫയാക്കണേ മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ ശരീരത്തിൽ ഒരു തടിപ്പ് വന്നിട്ട് അത് പരിശോധിക്കുമ്പോൾ ക്യാൻസർ ആണെന്നറിയുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ ക്യാൻസർ വരുന്നതിനെ തൊട്ട് കാക്കണേ ബ്രെയിൻ ട്യൂമർ തന്ന് നീ പരീക്ഷിക്കല്ലേ ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നീ നഷ്ടപ്പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണേ ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ, ചികിത്സയിൽ കഴിയുന്നുണ്ടോ റഹ്മാനെ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, വീടുകളിൽ കഴിയുന്നവർ, എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുണ്ടെല്ലാം നീ ഹാസിലാക്കണേ ഉംറക്ക് പോവാൻ, ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാഹുവേ. ആ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് നീ വേഗത്തിൽ സഫലീകരിച്ച് തരണേ അല്ലാഹുവേ. വിശുദ്ധമായ ശഅബാനിലാണ് ഞങ്ങളുള്ളത്, റമളാന് കടന്നു വരികയാണ്. ഈ മാസങ്ങളെ നീ സ്വീകരിക്കണേ ഞങ്ങൾ ആ മാസങ്ങളിൽ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കണേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا تقبل منا إنك أنت السميع العليم. وبحقوق نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. لرنش برا الصلاة على النبي والسلام على الرسول الشافع الأبطاحي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الله 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 عليه توكلوا. أنت أم أم أبو ما رأينا فيه
ما مثل حسنك قط يا سيدي خير النبي حسبي حسبي ربي جل الله ما في قلبي غير الله الله نور محمد صلى الله لا إله إلا الله الله لا إله إلا الله الله لا إله إلا الله. അൽഹംദുലില്ലാ, ഈ സദസ്സിലേക്ക് ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്ക് നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു നമ്മുടെ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.